ശിവക്ക് പ്രിയപ്പെട്ട ആരുടെയോ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വേള കണ്ണു തുറന്നു നോക്കിയതും തന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആദിയാണ് അവൾ കാണുന്നത്. പെട്ടെന്ന് അവനെ കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടുന്നെങ്കിലും ആ ചിരിക്കധികം ആയുസ് ഉണ്ടായിരുന്നില്ല. വൈകാതെ തന്നെ പുഞ്ചിരി മാറി കോപം ആ മുഖത്ത് സ്ഥാനം പിടിച്ചു. ശിവ അപ്പോഴാണ് കുട്ടികളുടെ കാര്യം ഓർത്തത്. അവൾ അവിടേക്ക് നോക്കിയെങ്കിലും അവരുടെ പൊടി പോലും ആ പരിസരത്ത് ഉണ്ടായിരുന്നില്ല. ആദി കണ്ണൂർ നോക്കുമ്പോൾ കണ്ട് തന്നെ നോക്കി ദേഷ്യം കൊണ്ട് ചുവന്നിൽക്കുന്ന ശിവയാണ്. അവൻ കണ്ടെന്ന് മനസ്സിലായതും ശിവ വേഗത്തിൽ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി. അവളുടെ പ്രവൃത്തി കണ്ടതും ഒരു പുഞ്ചിരിയോടെ അവനും അവളുടെ പുറകിൽ തന്നെ നടന്നു. എന്റെ കൃഷ്ണ, ഇവിടെ നീ എനിക്ക് സമാധാനം തരില്ലേ? എന്തിനാണ് ഇയാളിപ്പോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ശിവ പിറുവിറുത്തോണ്ട് നടന്നു. പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ പ്രാർത്ഥിച്ചതിനു ശേഷം അവൾ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി. ശിവ ആദ്യം വിളിച്ചു കേട്ടിട്ടും ശിവ മൈൻഡാക്കാതെ നടത്താൻ തുടർന്നു. പ്ലീസ് ശിവ, ഒരു മിനിറ്റ് ഞാൻ പറയുന്ന കേൾക്കണം മനസ്സ് കാണിച്ചോളൂ തനിക്ക്. ആദ്യം ദയനീയമായി ചോദിച്ചു. നിങ്ങൾ പറയുന്നൊക്കെ കേട്ടതിന്റെ ഫല ഞാനിപ്പോ അനുഭവിക്കുന്നത്. ഇനി കൂടുതലൊന്നും എനിക്ക് കേൾക്കണ്ട. ശിവ, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത്, അതെനിക്ക് സഹിക്കുന്നില്ല. ഒന്നില്ലെങ്കിലും ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ നമ്മൾ. അപ്പൊ അതാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ? ഒരുമിച്ചുള്ള ജീവിതം, അതും നിങ്ങളുടെ കൂടെ. ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ മിസ്റ്റർ ആദിത്യൻ. നിങ്ങളെ വെറുപ്പായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഈ വിവാഹത്തിന് സമ്മതിച്ചെന്ന് വിവാഹം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവനെ നോക്കി പകയോടെ പറഞ്ഞുകൊണ്ടവൾ മുന്നോട്ട് നടക്കുന്നതിനിടയിലാണ് കുട്ടികളുമായി ആൽത്തറയിലിരിക്കുന്ന സിദ്ധുവിനെ അവൾ കാണുന്നത്. എന്തോ പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ സിദ്ധു കാണുന്നത് കലിയോടെ തങ്ങൾക്ക് നേരെ നടന്നു വരുന്ന ശിവയെയാണ്. പുറകിൽ വിഷമത്തോടെ വരുന്ന ആദിയെ കൂടി കണ്ടതോടെ എന്തായിരിക്കും അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന് സിദ്ധുവിന് മനസ്സിലായി. മോളെ ശിവ, എന്തൊക്കെയുണ്ട് വിശേഷം? സിറ്റുവേഷൻ കൂളാക്കിക്കൊണ്ട് സിദ്ധു ചോദിച്ചു. കുഴപ്പമില്ലേട്ടാ. ശിവ അധികം തൃപ്തിയില്ലാത്ത മറുപടി നൽകി. ശിവ, നിന്റെ അനിയന്മാര് പൊളിയാണ് കേട്ടോ, എല്ലാം വിരുദ്ധന്മാരാ. ആ, ഒന്നുമില്ലെങ്കിലും നിന്റെ അനിയന്മാരല്ലേ, അപ്പൊ ഇങ്ങനെ വരൂ. 4 പ്രസംഗത്തെ നോക്കി സിദ്ധു പറഞ്ഞു. അത് കേട്ടതും 4ന്റെയും മുഖം ബൾബ് പോലെ പ്രകാശിച്ചു. അപ്പോൾ ഇവർ എവിടെയായിരുന്നു അല്ലേ? ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു നോക്കിയതും ഒന്നിനെ കണ്ടില്ല. ശിവ പരിഭവിച്ച് പറഞ്ഞു. അതിന് നീ ഇവരോട് പിണങ്ങേണ്ട ശിവ, യവന്മാരെ ഞാൻ വിളിച്ചതാ എനിക്കൊരു കൂട്ടിനായി. ദേ, ഏട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് ക്ഷമിച്ചു കേട്ടോ. ഇത്രയും നേരം അവരുടെ സംസാരം കേട്ടു നിൽക്കുമായിരുന്നു ആദി. അവരോടൊക്കെ സംസാരിക്കുന്ന പോലെ തന്നോട് അവൾ സംസാരിച്ചിരുന്നെങ്കിലെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു. അപ്പൊ ഞങ്ങൾ പോട്ടെ ഏട്ടാ, സന്ധ്യയായില്ലേ, ഇനി നിന്ന വൈകും. ശിവ പോവാൻ വേണ്ടി തിരക്കൂട്ടി. ലേറ്റാക്കണ്ട, നിങ്ങൾ പോയിക്കൊന്ന. ആദി എന്ന വ്യക്തി തന്റെ അരികിൽ നിൽപ്പുണ്ടെന്ന് ഗൗനിക്കാതെ ശിവ സിദ്ധുവിനോട് മാത്രം യാത്രയും പറഞ്ഞു പോയി. ആരിഷ് മെല്ലെ ആദിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു. അളിയെ വിഷമിക്കേണ്ട, ചേച്ചിയുടെ പിണക്ക് നമുക്ക് മാറ്റാട്ടോ. എന്തായാലും അളിയനെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി. അത് കേട്ടതും ആദി അവന്റെ കവിളിൽ വാത്സല്യത്തോടെ തലോടി. ഡാടാ, നിന്റെ അളിയനെ മാത്രമേ എനിക്ക് ബോധിച്ചുള്ളൂ. ഇത്രയും നേരം നിങ്ങളോട് കത്തി വെച്ചിരുന്ന ഞാനാരപ്പോ? സിദ്ധു ചോദിച്ചു. സിദ്ധു മച്ചാനും സൂപ്പറാ, ഞാനത് അടുത്തതായി പറഞ്ഞു വരികയായിരുന്നു. അങ്ങനെ പറ, സിദ്ധു ചിരിയോടെ പറഞ്ഞു. ആരോ വരുന്നില്ലേ നീ? ശിവ പുറകിൽ നോക്കി വിളിച്ചു. ദേ വരുവാ ചേച്ചി. അപ്പൊ പോട്ടെ ചേട്ടൻസ്. ആരുഷ് അവരോട് യാത്ര പറഞ്ഞ് ശിവയുടെ അടുത്തേക്ക് ഓടി. അളിയ ഫോട്ടോയിൽ കണ്ടതിനേക്കാൾ സുന്ദരനല്ലേ? കണ്ട മാത്രമേ തന്നെ ഞാൻ അളിയന്റെ ഫാനായി. എന്താ ഒരു ബോഡി! ഇന്ന് ആ ബ്ലാക്ക് ഷർട്ടും കറുത്തകാരം മുണ്ട കൊടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ വിജയ് ദേവരകൊണ്ടെ പോലെ തന്നെ. ശിവയെ നോക്കി ചിരിയടക്കിക്കൊണ്ട് അർണവ് പറഞ്ഞു. ദേവരകൊണ്ടല്ല, അനാക്കൊണ്ട, അതാണ് അയാൾ. ശിവ ദേഷ്യത്തിൽ പറഞ്ഞു. ഒന്ന് പോ ചേച്ചി, ചേച്ചിക്ക് അസൂയ. ആയുഷ് പുച്ഛിച്ചു. പിന്നെ ശിവ അവരോട് തർക്കിക്കാൻ നിന്നില്ല. ബുദ്ധിയില്ലാത്ത പിള്ളേരാ, എന്തിനാ വെറുതെ. അവളൊന്നും മിണ്ടാതെ മുന്നിൽ നടന്നു. ഇന്നാണ് വിവാഹത്തിന് ഡ്രസ്സും മറ്റും എടുക്കാൻ പോകുന്നത്. അവിടെ വെച്ച് ആദ്യം കാണേണ്ടി വരുമല്ലെന്ന് ഓർത്തപ്പോൾ ശിവക്ക് പോവാനേ തോന്നിയില്ല. ഏകദേശം 10:30 തന്നെ അവരെല്ലാം ടെക്സ്റ്റൈൽസിലെത്തി. 2 കൂട്ടരും ഒരുമിച്ചാണ് എത്തിയത്. ശിവയെ കണ്ടപാടെ ദേവകി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരും ഉണ്ടെങ്കിലും കൂട്ടത്തിൽ ആദ്യം കാണാത്തതുകൊണ്ട് ശിവയൊന്ന് ചുറ്റും നോക്കി. വാമോളെ, നമുക്ക് അകത്തേക്ക് പോവാം. ശിവയെയും കൊണ്ട് ദേവകി നേരെ വെഡ്ഡിംഗ് സെക്ഷനിലേക്ക് നടന്നു. ആദ്യം പുടവയാണ് നോക്കാൻ തുടങ്ങിയത്. സെയിൽസ് ഗേൾസ് ഒരുപാട് സാരികൾ കാണിച്ചു കൊടുത്തിട്ടും ആർക്കൊന്നും മനസ്സിന് പിടിച്ചില്ല. ആണുങ്ങൾ ആദ്യം തന്നെ ഡ്യൂട്ടി പെണ്ണുങ്ങൾക്ക് കൈമാറിക്കൊണ്ട് സെറ്റിയിലിരുന്ന് സംസാരത്തിലേക്ക് കടന്നിരുന്നു. ശിവ പിന്നെ എല്ലാം അവരുടെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്തു. ചേച്ചി, ആ സാരി ഒന്ന് എടുക്കൂ. റെഡ് ചില്ലി കളറിലുള്ള സാരി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആദി പറഞ്ഞു. ആദിയുടെ ശബ്ദം കേട്ടതും ശിവയൊന്ന് തിരിഞ്ഞു നോക്കി.
സെയിൽസുകൾ ആദ്യ പറഞ്ഞ സാരി അവരുടെ മുന്നിലേക്ക് ഇട്ടു. നല്ല ഭംഗിയുണ്ടല്ലോ ഈ സാരി കാണാൻ. സാരി പിടിച്ചു നോക്കിക്കൊണ്ട് ശോഭ പറഞ്ഞു. സൂപ്പർ. നമ്മൾ ഇത്രയും നേരം ഇവിടെ മൊത്തം തിരഞ്ഞിട്ടും ഇത് കണ്ടില്ലല്ലോ, ദീപ പറഞ്ഞു. ശിവക്കും ആ സാരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷെ ആദ്യം സെലക്ട് ചെയ്തതിനാൽ അവളൊന്നും പറഞ്ഞില്ല. മോനെ, മോന്റെ സെലക്ഷൻ സൂപ്പർ, അടിപൊളി സാരിയാ. ആദിയെ നോക്കി യമുന പറഞ്ഞു. അത് കേട്ടതും ആദി ശിവയെ നോക്കി ചിരിച്ചു. അവളത് കണ്ടതും മുഖം തിരിച്ചു കളഞ്ഞു. ശിവമോളെ, മോളിതൊന്ന് ജസ്റ്റ് വെച്ച് നോക്കിയേ. ദേവകി പറഞ്ഞു കേട്ടതും യമുന സാരി എടുത്ത് ശിവയുടെ ഷോൾഡറിൽ വെച്ചു കൊടുത്തു. മോൾക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ടല്ലോ ചേച്ചി, ശോഭ ദേവകിയോട് ചോദിച്ചു. ആദിയുടെ നോട്ടം ശിവയിൽ തന്നെ തങ്ങി നിന്നു. നല്ല ഭംഗിയുണ്ട്, എന്നാ പിന്നെ നമുക്ക് ഇതന്നെ ഉറപ്പിക്കാല്ലേ, ദേവകി പറഞ്ഞു. അങ്ങനെ പുടവയുടെ കാര്യത്തിൽ തീരുമാനമായി. അടുത്ത റിസപ്ഷന് വേണ്ടിയുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യലാണ്. ഏതെങ്കിലും സിമ്പിളായിട്ടുള്ള സാരി മതിയെന്ന് ശിവ പറഞ്ഞെങ്കിലും ബാക്കി എല്ലാവരും ലഹങ്ക മതിയെന്ന് നിർബന്ധം പിടിച്ചു. കുറെ നേരത്തെ തെരച്ചിലിനൊടുവിൽ ബേബി പിങ്ക് കളറുള്ള ഒരു ലഹങ്ക എല്ലാവരും കൂടി സെലക്ട് ചെയ്തു. ശേഷം ബാക്കി എല്ലാവരും അവരവരുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോയി. എല്ലാം കഴിയുമ്പോഴേക്കും ശിവയാകെ ക്ഷീണിച്ചു പോയിരുന്നു. അത് മനസ്സിലാക്കിയതും ആദ്യം എല്ലാവരെയും വിളിച്ച് ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. ആകെ തളർന്നുകൊണ്ട് പിന്നെ ഒന്നിനു നിൽക്കാതെ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയതും കുളിച്ച് ഫ്രഷായി വന്ന് ശിവ ഇത്തിരി നേരം മയങ്ങാൻ കിടന്നു. നിർത്താതെയുള്ള ഫോണിന്റെ റിംഗ് കേട്ടാണ് ശിവ ഉണർന്നത്. നോക്കുമ്പോൾ കോൺഫറൻസ് കോളാണ്. ഡി, എത്ര നേരമായിട്ട് കോപ്പേ നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്, എവിടെ പോയി കിടക്കുമായിരുന്നു? അവൾ ഫോൺ എടുത്ത ഉടനെ തന്നെ അച്ചു ചോദിച്ചു. ഞാൻ ഉറങ്ങിപ്പോയിടേ, നിങ്ങൾ വിളിച്ചോ ഒന്നും അറിഞ്ഞില്ല. ഡ്രസ്സൊക്കെ എടുത്തല്ലേ? ആമി ചോദിച്ചു. ശിവ മൂളി. പുടവ സെലക്ട് ചെയ്ത് ആദ്യമായിട്ടാണെന്ന് കേട്ടല്ലോ, അനു കളിയായി ചോദിച്ചു. നിങ്ങൾ ഫ്രൈഡേ തന്നെ വരില്ലേ? ശിവ വിഷയം മാറ്റാനെന്ന് ചോദിച്ചു. യു ഡോണ്ട് വെറി ബേബി, ഞങ്ങൾ അന്ന് തന്നെ എത്തും, അച്ചു പറഞ്ഞു. അങ്കിൾസോ ആന്റിമാരോ? അവര് കല്യാണത്തലേന്ന് ലാൻഡ് ചെയ്യും, ആമി മറുപടി പറഞ്ഞു. പിന്നെയും കുറെ നേരം എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷമാണ് അവർ ഫോൺ കട്ട് ചെയ്തത്. ഫോൺ വെച്ചതും ശിവ ജനാലക്കരികിൽ പോയി നിന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് നേരിടാനുള്ള ശക്തി നിനക്ക് തരണേ ഭഗവാനെ. ശിവ മൗനമായി പ്രാർത്ഥിച്ചു. മോളെ, നീ അവരെന്ന് വിളിച്ചു നോക്കേ, രവി ശിവയോട് പറഞ്ഞു. ഞാനിപ്പോ വിളിച്ചതേ ഉള്ളൂ അച്ഛാ, എത്തനാ എന്നാ പറഞ്ഞത്. ശിവയും രവിയും സംസാരിച്ചു നിൽക്കുന്നതിനിടെ ഒരു ടാക്സി വന്ന് മുറ്റത്ത് നിന്നു. കാറിൽ നിന്ന് അച്ചു, ആമി, അനു ഇറങ്ങി. ആഹാ, മക്കളെത്തിയല്ലോ, യാത്രയൊക്കെ സുഖമായിരുന്നോ മക്കളെ? അവരെ കണ്ടതും രവി ചോദിച്ചു. സുഖമായിരുന്നു അങ്കിൾ, ആമി പറഞ്ഞു. നീ കല്യാണ പെണ്ണെ? അച്ചു വന്ന് ശിവയെ കെട്ടിപ്പിടിച്ചു. അനു, ആമിയും അവരോടൊപ്പം കൂടി. എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം ശിവ അവരെയും കൊണ്ട് അകത്തേക്ക് പോയി. ഡി, എന്തു ഭംഗിയാടി ഇവിടേക്ക് കാണാൻ, സൂപ്പർ. അനു വീട് മുഴുവൻ ചുറ്റടന്ന് വന്നതിന് ശേഷം പറഞ്ഞു. അനു പറഞ്ഞു. ശരിയാ, ശരിക്കും നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയുള്ള തറവാടല്ലേ? ആമിയും അനുവിന്റെ അഭിപ്രായത്തോട് യോജിച്ചു. ശിവ, നീ ഇവർക്ക് മുറി കാണിച്ചു കൊടുക്ക്, അവരൊന്ന് ഫ്രഷ് ആവട്ടെ, നല്ല ക്ഷീണം ഉണ്ടാവും മക്കൾക്ക്, ദീപോ എന്ന് പറഞ്ഞു. അയ്യോ ആന്റി, ഞങ്ങൾക്ക് വേറെ റൂമൊന്നും വേണ്ട, ഞങ്ങൾ ശിവയുടെ റൂമിൽ കഴിഞ്ഞോളാം, അച്ചു പറഞ്ഞു. അതെ ആന്റി, ഇനി ഒരാഴ്ച കൂടിയല്ലേ ഇവളിങ്ങനെ കിട്ടുള്ളൂ, അതുവരെ ഞങ്ങൾ ഒരുമിച്ച് മതി ഇനി, അനുവും പറഞ്ഞു. ആ, എന്നാ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ, മക്കൾ പോയി വേഗം കുളിച്ചു വാ, അപ്പോഴേക്കും ഭക്ഷണം എടുത്തു വെക്കാം. ശിവയോടൊപ്പം അവരവളുടെ മുറിയിലേക്ക് പോയി. ആദ്യം ആമിയാണ് കുളിക്കാൻ കയറിയത്, അതിന് പിന്നാലെ അനുവും. ഏറ്റവും ഒടുവിൽ അച്ചു കുളിച്ചിറങ്ങി. ഓ, എന്നാ കിടു വെള്ളാടി ഇവിടുത്തെ, കുളിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു ഉന്മേഷം. ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അച്ചു പറഞ്ഞു. അപ്പോൾ മക്കൾ നമുക്ക് കഴിക്കാൻ പോയാലോ? അനു ചോദിച്ചു. ആവി പറക്കുന്ന പുട്ടും നല്ല മസാലയിട്ട കടലക്കറിയും കണ്ടപ്പോഴേ അച്ചുവിന്റെ വായിൽ വെള്ളം വന്നു. ഡി, ഒരു മയത്തിലോ കഴിക്കാൻ പറയുള്ളോട്. അച്ചുവിന്റെ കഴിപ്പ് കണ്ട് ആമി അനുവിന്റെ ചെവിയിൽ പറഞ്ഞു. ശിവ അവരുടെ പ്രവൃത്തി ചിരിയോടെ നോക്കി നിന്നു. ഭക്ഷണമെല്ലാം കഴിഞ്ഞ് മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു അവരെല്ലാം. ശിവ, നിനക്ക് പേടി തോന്നുന്നുണ്ടോ? അവളുടെ മടിയിൽ തലവെച്ച് കിടന്ന് അച്ചു ചോദിച്ചു. പേടിയുണ്ടോ എന്ന് ചോദിച്ചാ പേടിയുണ്ട്. വിവാഹം കഴിഞ്ഞ അമ്മയെയും അച്ഛനെയും പിരിയേണ്ടി വരുന്ന ഓർക്കുമ്പോൾ പേടിയും വിഷമവും തോന്നുന്നുണ്ട്. ഒരു മരുമകളുടെ കടമയൊക്കെ ഓർക്കുമ്പോൾ പേടി തോന്നുന്നുണ്ട്. എനിക്കത് ചെയ്യാൻ സാധിക്കുമോ എന്നോർത്ത്, ഞാനതിന് പ്രാപ്തിയാണോ എന്നൊക്കെ ഓർത്ത്. ശിവ പറഞ്ഞു. ഞാൻ അതല്ലടി ചോദിച്ചേ. പിന്നെ നീ പേടിയുണ്ടോന്നല്ലേ ചോദിച്ചേ? എന്റെ പേടി ഇതൊക്കെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ആ പേടിയല്ല. പിന്നെ? ശിവ സംശയത്തോടെ ചോദിച്ചു. മറ്റേത്, ബയോളജി. നാണം എക്സ്പ്രഷൻ വാരിതറിക്കൊണ്ട് അച്ചു പറഞ്ഞു. അത് കേട്ടതും ശിവ അവളെ മടിയിൽ നിന്ന് ഉരുട്ടി നിലത്തേക്ക് ഇട്ടു. അനുവാമി അതുകൊണ്ട് വയറുകുത്തി ചിരിക്കാൻ തുടങ്ങി. ഡി പുല്ല്, എന്തോന്നാണ് നീ ഇപ്പം ചെയ്ത്? എന്നെ നടുവടിഞ്ഞെന്ന് തോന്നുന്നു. ഇതാ പറയുന്നത്, ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്യാൻ പാടില്ലെന്ന്. അച്ചു നടുവഴിഞ്ഞ് പറഞ്ഞു. എന്തുപകരാണ് അച്ചു നീ ഇവൾക്ക് ചെയ്തു കൊടുക്കാൻ പോയത്? ഞങ്ങൾ കൂടി ഒന്ന് അറിയട്ടെ, അനു ചിരിയടക്കി ചോദിച്ചു.
ഇവൾക്ക് ആ കാര്യത്തിൽ എന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ചോദിച്ച്. അതിനാ ഈ ദുഷ്ടത്തെ എന്നോട് ഇങ്ങനെ ചെയ്ത്. അതുകൂടി കേട്ടതോടെ ശിവക്ക് വീണ്ടും ചൊറിഞ്ഞു കയറി. നീയൊക്കെ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്നോട് ചെയ്തതെല്ലാം മറന്ന് ഞാൻ അയാളോടൊപ്പം എല്ലാ അർത്ഥത്തിലും അയാളുടെ ഭാര്യയായി ജീവിക്കുന്നു. അങ്ങനെയാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ശിവ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ പെട്ടെന്നുള്ള മാറ്റത്തിൽ അവരൊന്ന് പകച്ചു. ശിവ, അപ്പൊ നീ വിവാഹത്തിന് സമ്മതിച്ചത്? ആമി സംശയത്തിൽ ചോദിച്ചു. എല്ലാവരുടെയും സന്തോഷം കണ്ടപ്പോ എനിക്കത് വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല. ഞാൻ കാരണം അവരൊക്കെ സന്തോഷിക്കുമെങ്കിൽ അതല്ലേ നല്ലതെന്ന് ഓർത്തു. പക്ഷേ ഒരിക്കലും അയാൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ അയാൾക്കൊരു നല്ല ഭാര്യയാകില്ല. ശിവ, എന്തൊക്കെ നീ പറയുന്നത്? വിവാഹം എന്നൊക്കെ പറയുന്നത് അത്രയും പവിത്രമായിട്ടുള്ള ഒന്നാണ്. ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതമാണ്. നീ ആദ്യമായിട്ട് എന്റെ ഭാര്യയായ നിനക്ക് അദ്ദേഹത്തോടും ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ഛേ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാണോ നീ സമ്മതം പറഞ്ഞത്? ആമി അവളെ കുറ്റപ്പെടുത്തി. എന്റെ ദേഷ്യം അയാളോട് മാത്രമാണ്. അതിലേക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഞാൻ വലിച്ചെടുക്കില്ല. പക്ഷെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അയാളോട് ക്ഷമിച്ചുകൊണ്ട് അയാളോടൊപ്പം ഒരു നോർമൽ ലൈഫ് എനിക്ക് പറ്റില്ല. അതും പറഞ്ഞ് ദേഷ്യത്തിൽ ശിവ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഡാ, ഇവളെന്തൊക്കെയാ പറയുന്നത്? ആമി അച്ചുവിനോട് അനുവിനോടായി ചോദിച്ചു. അവള് പെട്ടെന്ന് സമ്മതാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ആവുമെന്ന്. ഇപ്പൊ അവളോട് നമ്മൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി അവൾക്ക് തന്നെ തോന്നണം അവൾ ചെയ്യുന്നത് കുറച്ച് കൂടുതലാണെന്ന്. അനു പറഞ്ഞു. ശരിയാ, അത് ഇവള് പറഞ്ഞ കറക്റ്റാ. കല്യാണം കഴിഞ്ഞാൽ എല്ലാം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അച്ചുവും പറഞ്ഞു. അന്നത്തെ ദിവസം മുഴുവൻ ശിവ ആമി പറഞ്ഞ വാക്കുകളിൽ അർത്ഥം തേടുകയായിരുന്നു. ആദിയുടെ ഭാഗത്തുനിന്നും ചിന്തിക്കാൻ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ബുദ്ധിക്കാണ് വിജയം കൈവരിക്കാൻ സാധിച്ചത്. ഹോ, ഒരാഴ്ച എത്ര പെട്ടെന്നാ കടന്നുപോയത് അല്ലേ? ഭിത്തിയിലായി തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിലേക്ക് മിഴിയൂന്നി അനു ചോദിച്ചു. നമ്മൾ വന്നിട്ട് ഇത്രയും ദിവസമായെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതിലുപരി നാളെ ശിവയുടെ വിവാഹമാണെന്നും ആമിയും അനുവിന്റെ അഭിപ്രായം ശരിവെച്ചു. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാംസ് നമുക്ക് അടിച്ചു പൊളിക്കണം. വളരെയധികം ആവേശത്തോടെ അച്ചു പറഞ്ഞു. എന്തടിച്ചു പൊളിക്കാനുള്ള ചർച്ചയാണാവോ ഇവിടെ നടക്കുന്നത്? അവരുടെ സംസാരം കേട്ടുകൊണ്ടുവന്ന ശിവ ചോദിച്ചു. ഇന്ന് നിന്റെ ഹൽദിയിലെ മോള് ശിവാങ്കി, അതൊന്ന് കൊഴിപ്പിക്കണമെന്ന് പറയായിരുന്നു ഞങ്ങൾ. ശിവയുടെ ചോദ്യത്തിനുള്ള മറുപടി ആമിയാണ് നൽകിയത്. അത് കേട്ടതും വലിയ താല്പര്യം കാട്ടാതെ ശിവയൊന്ന് മൂളി. വൈകുന്നേരമായപ്പോഴേക്കും ആ വീടാകെ അതിഥികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. രവിയുടെ മുഴുവൻ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്, ഒപ്പം ശ്യാമയുടെ വീട്ടുകാരും. അച്ചുവിന്റെയും ആമിയുടെയും അനുവിന്റെയും ഫാമിലി ഏകദേശം സന്ധ്യയോടെ എത്തിച്ചേർന്നു. രവിയും ശ്യാമയും സുനിലും മഹേഷും ഒക്കെ അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. അനുവും അച്ചുവും ആമിയൊക്കെ ചേർന്നാണ് ശിവയെ ഒരുക്കിയത്. ഒരു ഡാർക്ക് ഓറഞ്ച് ഗൗണാണ് ശിവയുടെ വേഷം. ബാക്കി എല്ലാവരും യെല്ലോ ഡ്രസ്സിലും. മുറ്റത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിലേക്ക് പാട്ടിന്റെയും നൃത്തത്തിന്റെ അകമ്പടിയോടെ ശിവയെ ആനയിച്ചിരുത്തി. ആദ്യമായി ശിവയുടെ മുഖത്തേക്ക് മഞ്ഞൾ തേച്ചു കൊടുത്ത് രവിയും ശ്യാമയും ഒരുമിച്ച് ചേർന്നാണ്. അതിനുശേഷം ഇത്തിരി മധുരം അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ശേഷം അവളുടെ കവിളിൽ ചുംബിക്കാനും അവർ മറന്നില്ല. അവർക്ക് ശേഷം അവളുടെ ചെറിയച്ഛന്മാരും ചെറിയമ്മമാരുമെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു. പിള്ളേർ സെറ്റ് നന്നായി തന്നെ ശിവക്ക് പണി കൊടുത്തു. അവരുടെ മഞ്ഞൾ വെപ്പ് കഴിഞ്ഞ ശേഷം ശിവക്ക് മുഖമേതാ മഞ്ഞളേതാണ് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായി. അവർക്ക് ശേഷം അനു അച്ചു ആമി അവളുടെ അടുത്തേക്ക് ചെന്നു. ശിവ അവളുടെ മുഖത്തുള്ള മഞ്ഞൾ അവരുടെ മുഖത്തേക്ക് ഉരച്ചു കൊടുത്തു. ഹൽദിക്ക് ശേഷമാണ് കൾച്ചറൽ പ്രോഗ്രാംസ് തുടങ്ങിയത്. പിള്ളേർ സെറ്റിന്റെ DJ ഡാൻസ് ആയിരുന്നു ആദ്യം. അവരുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇരുന്നിടത്ത് എഴുന്നേറ്റ് തുള്ളാൻ തുടങ്ങിയിരുന്നു. ശേഷം അനുവിന്റെയും അച്ചുവിന്റെയും ആമിയുടെയും ഊഴമായിരുന്നു. പാട്ടിന്റെ പകുതിയായപ്പോൾ അവർ ശിവയെയും അവരോടൊപ്പം വലിച്ചിട്ടു. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി ശിവയും 2-3 സ്റ്റെപ്പ് അവരോടൊപ്പം ചേർന്ന് കളിച്ചു. അവർക്ക് ശേഷം അച്ഛൻ ടീമും അമ്മമാരുടെ ടീമും ജോയിൻ ചെയ്തു. പഴയകാല പ്രണയഗാനങ്ങൾക്ക് ചുവടുവെച്ച് ജോഡികളായാണ് അവർ കളിച്ചത്. അവരുടെയൊക്കെ പ്രകടനങ്ങൾ കണ്ട് എല്ലാവരും തലതല്ലി ചിരിച്ചു. ശിവക്കും ചിരി അടക്കി നിർത്താൻ കഴിഞ്ഞില്ല. ആകെ മൊത്തം കളിയും ബഹളുമായി അവർ അന്നത്തെ രാവ് അടിച്ചു പൊളിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ 11 മണിയായിരുന്നു. ശിവ ഫ്രഷ് ആകാൻ പോയ ടൈമിൽ അനു ശിവയോടൊപ്പം എടുത്ത എല്ലാ ഫോട്ടോസും ആദിക്ക് അയച്ചു കൊടുത്തു. പ്രണയത്തോടെ ആദി ശിവയുടെ ഫോട്ടോസിലേക്ക് നോക്കിയിരുന്നു. എന്താണ് അളിയ, ഉറക്കൊന്നുമില്ലേ? സ്വപ്നം കണ്ടിരിക്കുകയാണോ? ആദിയുടെ റൂമിലേക്ക് വന്ന ശരത്ത് അവന്റെ ഇരുത്തം കണ്ട് ചോദിച്ചു. നാളത്തെ കാര്യം ആലോചിക്കുമ്പോൾ ഇന്നെങ്ങനെ ഉറക്കം വരും അല്ലേ അളിയ? കിരൺ കുസൃതിയോടെ ആദിക്കിട്ടം താങ്ങി പറഞ്ഞു. എല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാ? കള്ളഗൗരവം നടിച്ചുകൊണ്ട് ആദി ചോദിച്ചു. ഇന്ന് നിന്റെ ലാസ്റ്റ് നൈറ്റ് അല്ലേ അളിയ? അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി നിനക്കൊരു കമ്പനി തരാന്ന് വെച്ചു. അവളുടെ പുറകെയായി കയറി വന്ന സിദ്ധാർത്ഥ് ആദിയെ നോക്കി പറഞ്ഞു. ലാസ്റ്റ് നൈറ്റോ? വാട്ട് യു മീൻ? സിദ്ധു പറഞ്ഞ മനസ്സിലാവാതെ ആദി ചോദിച്ചു. ഐ മീൻ ബാച്ചിലർ നൈറ്റ്. ഇന്നും കൂടിയല്ലേ നിന്റെ ബാച്ചിലർ നൈറ്റ്? നാളത്തോട് നീ മെന്നാവില്ലേ? സിദ്ധു പറഞ്ഞു കേട്ട് ഇവൻ ഇത്രക്കും പൊട്ടനായിരുന്നു എന്ന ഭാവത്തിൽ ആദി വാ പൊളിച്ച് നിന്നു. അന്നത്തെ രാത്രി മൊത്തം അവർ പരസ്പരം സംസാരിച്ചിരുന്നു. ശിവക്കും അന്ന് രാത്രി ഒരുപോലെ കണ്ണടക്കാൻ കഴിഞ്ഞില്ല. ഉറക്കം വരാത്തതിനാൽ അവൾ കട്ടിലിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് ജനാലക്കരികിൽ പോയി നിന്നു. പൗർണമി അടുത്തതിനാൽ നല്ല നിലാവുള്ള രാത്രിയായിരുന്നത്.
പൂർണ്ണചന്ദ്രനെയും താരകങ്ങളെയും അവൾ ഇമച്ചിമ്മാതെ നോക്കി നിന്നു. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് ആദിയുടെ മുഖം കടന്നു വന്നു. നാളെ താൻ പൂർണ്ണമായും ആദിത്യന് സ്വന്തമാവാൻ പോവുകയാണെന്ന സത്യം അവളുടെ ഹൃദയത്തെ സന്തോഷവും ദുഃഖവും വെറുപ്പുമെല്ലാം കൂടിക്കലർന്ന ഒരു സമ്മിശ്രാവസ്ഥയിൽ എത്തിച്ചു. ശിവ, മോളെ! ജനൽ കമ്പി തലവെച്ച് കിടന്നുറങ്ങിയിരുന്ന ശിവയെ ശ്യാമ വന്ന് തട്ടി വിളിച്ചു. ശ്യാമയുടെ വിളി കേട്ടതും ശിവ പെട്ടെന്ന് തന്നെ ഞെട്ടി ഉണർന്നു. മോളെന്താ കട്ടിൽ കിടക്കാതെ ഇവിടെ വന്ന് കിടന്ന്? അത് പിന്നെ ഉറക്കം വന്നില്ല അമ്മ, അങ്ങനെ ഇവിടെ വന്നിരുന്നതാ. എപ്പോഴും ഉറങ്ങിപ്പോയി. മോൾ ഉണർന്നിട്ടുണ്ടാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് അമ്മ വിളിക്കാൻ വന്ന. ദേ സമയായി, മോൾ ചെന്ന് വേഗം കുളിച്ചു വാ, ബ്യൂട്ടീഷ്യൻ ഇപ്പൊ വരും. ശിവയുടെ കവളിൽ വാത്സല്യത്തോടെ തലോടി ശ്യാമ പറഞ്ഞു. അപ്പോഴേക്കും ആമി ഉണർന്നിരുന്നു. അവൾ അച്ചുവിനെയും അനുവിനെയും തട്ടി വിളിച്ചു. ആ, മക്കളും ഉണ്ടെന്നല്ലോ, എല്ലാവരും വേഗം റെഡിയാവൂട്ടോ, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. അതും പറഞ്ഞ് ശ്യാമ താഴേക്ക് പോയി. ശിവ ഫ്രഷായി വരുമ്പോഴേക്കും ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു. മിനിമൽ മേക്കപ്പ് മതി എന്നുള്ള ശിവയുടെ ആഗ്രഹം പോലെ തന്നെയാണ് ബ്യൂട്ടീഷ്യൻ അവൾ ഒരുക്കിയത്. ഹാൻഡിക്കിന്റെ ഒരു ഗോൾഡൻ നെക്ലസിനോടൊപ്പം 2-3 ട്രഡീഷണൽ മാലയും അവൾ കഴുത്തിലണിഞ്ഞു. കയ്യിൽ മാറക്കിണങ്ങുന്ന വളകൾ, കാതിൽ വലിയൊരു ജിമിക്കി, മുടി മുല്ലയും റോസും ഇടകലർത്തി വെച്ച് മടങ്ങിയിട്ടു. റെഡ് ചില്ലി കളർ സാരിയോടൊപ്പം ഹെവി ഡിസൈൻ ചെയ്ത ബ്ലൗസും കൂടി ആയപ്പോൾ അവളുടെ സൗന്ദര്യം ഒന്നുകൂടെ ജ്വലിച്ചു നിന്നു. അനുവും അച്ചു ആമിയും ബനാറസ് സിൽക്ക് സാരിയാണ് ഉടുത്തത്. അനു ഡാർക്ക് ബ്ലൂവും ആമി ഡാർക്ക് പിങ്കും അച്ചു ഡാർക്ക് ഗ്രീനുമാണ്. മൂവരും ആ സാരികളിൽ സുന്ദരികളായി തിളങ്ങി. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരുന്ന ശിവയെ കണ്ട രവിയുടെയും ശ്യാമയുടെയും കണ്ണു നിറഞ്ഞു. ശിവ രവിയുടെ കാലിൽ തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങി. രവി മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തി. അനുഗ്രഹം വാങ്ങിക്കൽ ചടങ്ങ് കഴിയുമ്പോഴേക്കും ശിവയാകെ ഒരു പരുവമായി. ശിവയുടെ അവസ്ഥ കണ്ട് ദീപ അവളെയും ആളൊഴിഞ്ഞൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. അവളുടെ തളർച്ച മാറാനായി ജ്യൂസ് എടുത്തു കൊടുത്തു. പക്ഷേ ശിവക്കൊരു തുള്ളിവെള്ളം തൊണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയില്ല. അവസാനം ദീപയുടെ നിർബന്ധത്തിന് വഴങ്ങി അവളത് മനസ്സോടെ കുടിച്ചു തീർത്തു. സമയം കഴിയുന്തോറും ശിവക്ക് വല്ലാത്തൊരു വെപ്രാളം അനുഭവപ്പെട്ടു. ആമിയും അനുവും അച്ചുവും അവളുടെ കൂടെ തന്നെ നിന്ന് അവൾക്ക് ധൈര്യം കൊടുത്തുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും ചെറുക്കനും കൂട്ടിനും എത്തിയെന്ന് ആരോ പറഞ്ഞത് കേട്ടതും ശിവയുടെ ടെൻഷൻ അത്യുന്നതയിലായി. ആദിയെ മാലയിട്ട് സ്വീകരിച്ചത് ആസ്തിക്കാണ്. ബാക്കി 3 പേരും ചേർന്ന് ആദിയുടെ കാല് കഴുകി കൊടുത്തു. ഗോൾഡൻ കളർ കുർത്തയും മുണ്ടൊക്കെ ഇട്ട് സുന്ദരക്കുട്ടപ്പനായിട്ടായിരുന്നു ആദിയുടെ വരവ്. ആദിയെ കണ്ടവരെല്ലാം ശിവയുടെ ഭാഗ്യമെന്നാണ് പറഞ്ഞത്. ആദിയോടൊപ്പം ഹാൻസമായി സിദ്ധുവും ശരത്തും കിരണും വിഷ്ണുവും എല്ലാം ഉണ്ടായിരുന്നു. അവരും ഷർട്ടിലും മുണ്ടിലും നല്ല പൊളി ചെക്കന്മാരായി നിന്നു. ആദിക്കും അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മുഹൂർത്ത സമയമായതും രവി ശിവയുടെ കൈയും പിടിച്ച് പന്തലിലേക്ക് നടന്നു. ശ്യാമയും അവളുടെ ചെറിയമ്മമാരും അനുവും അച്ചുവും ആമിയൊക്കെ അവളോടൊപ്പം ഉണ്ടായിരുന്നു. ശിവയെ കണ്ടതും പരിസരം പോലും മറന്ന് ആദി അവളെ തന്നെ നോക്കി നിന്നു. ചുറ്റുമുള്ളവരുടെ കളിയാക്കലുകൾ കേട്ടിട്ടും അവളിൽ നിന്ന് അവന് കണ്ണെടുക്കാൻ തോന്നിയില്ല. സിദ്ധുവിന്റെ കണ്ണ് അനുവിൽ തന്നെയായിരുന്നു, വിഷ്ണുവിൻ്റേത് ആമിയിലും. സാരി എടുത്ത് സുന്ദരിയായി വരുന്ന അച്ചുവിലേക്കും ഒരാളുടെ കണ്ണ് നീണ്ടുപോയി. അതാരാണെന്നിപ്പോ പറയില്ല, എല്ലാവരും ഊഹിക്കും. ശിവ മണ്ഡപം ഒരു പ്രാവശ്യം വലം വെച്ച് ആദിയുടെ അടുത്തേക്ക് വന്നിരുന്നു. ആദി അപ്പോഴും അവളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ശിവ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ശിവയുടെ പുഞ്ചിരി കണ്ടതും ആദി താൻ കാണുന്ന സ്വപ്നമാണോ എന്ന സംശയം തീർക്കാൻ കയ്യിലൊന്ന് ഉള്ളി നോക്കി. അവന്റെ പ്രവൃത്തി കണ്ടതും ശിവയെ ഒന്നുകൂടെ അവനെ നോക്കി ചിരിച്ചു. ആദിയെ നോക്കി പുഞ്ചിരി നിൽക്കുന്ന മകളെ കണ്ടപ്പോൾ തന്നെ രവിക്ക് പകുതി സമാധാനമായി. ശ്യാമക്കും താലി കെട്ടാനുള്ള മുഹൂർത്തമായി. ദേവദാസ് എടുത്തു കൊടുത്ത താലി വാങ്ങിക്കുമ്പോൾ ആദിയുടെ കൈ ചെറുതായെന്ന് വിറച്ചു. ആ, എത്ര കലിപ്പനാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, താലി എടുത്തപ്പോ കൈ വിറക്കുന്നുണ്ടോ? ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ. ആദിയുടെ കൈ ചെറുതായി വിറക്കുന്ന കണ്ട ശരത്ത് ഉച്ചത്തിൽ പറഞ്ഞു. ആദി കേട്ടതും എല്ലാവരും ആദിയെ നോക്കി ചിരിച്ചു. ആദി നിനക്ക് ഞാൻ വെച്ചിട്ടുള്ള പട്ടി എന്ന ഭാവത്തിൽ അവനെ നോക്കി. മോനെ, മുഹൂർത്തായി, താലി കെട്ടിക്കോളൂ. ആദിയെ നോക്കി ദേവദാസ് പറഞ്ഞു. ആദിയുടെ കൈ ശിവയുടെ കഴുത്തിലേക്ക് നീണ്ടു.